പരമശിവന്റെ പാർവതി ദർശനം. ഹിമവൽ താഴ്ന്ന പ്രദേശത്തിൽ പാർവതിയുടെ തപസ് അതിഘോരമായി തുടർന്നു. വർഷകാലത്ത് ജലത്തിലും വേനൽക്കാലത്ത് അവൾ പഞ്ചാഗ്നി മധ്യത്തിലും കഠിനമായ തപസ് ചെയ്തു. നൂറ്റാണ്ടുകൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ സതിയെക്കുറിച്ചുള്ള ചിന്തയാൽ നാട് ചുറ്റി നടക്കുകയായിരുന്ന പരമശിവൻ കൈലാസത്തിലും എത്തിച്ചേർന്നു. പരമശിവന്റെ ആഗമനം ഹിമവാനെ സന്തുഷ്ടനാക്കി തീർത്തു. ശിവനെ യഥോചിതം സ്വീകരിച്ചിരുത്തിയ ഹിമവാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ജടാധാരിയായ ദേവ, അവിടുത്തെ ദിവ്യ സാന്നിധ്യം എൻ്റെ സൗധത്തിൽ കുറച്ചുകാലം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹിമവാന്റെ സ്നേഹനിർഭരമായ നിർബന്ധത്തിന് പരമശിവൻ വഴങ്ങി. അങ്ങനെ അല്പദിവസങ്ങൾ പരമശിവൻ അവിടെ ചെലവഴിച്ചു. ആയിടയ്ക്ക് മേനാദേവിയുടെ മുഖത്തെ ഭാവം പരമശിവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദേവി, അവിടുത്തെ അലട്ടുന്ന പ്രശ്നം എന്താണ്? അറിയിച്ചാലും പരമശിവൻ മേനയോട് അന്വേഷിച്ചു. ആ ചോദ്യം മേനയെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. തൻ്റെ പുത്രിയുടെ തപസ് ഇദ്ദേഹം അറിഞ്ഞില്ലെന്നുണ്ടോ, അതോ അറിവില്ലായ്മയായി നടിക്കുകയാണോ? ഏതായാലും തൻ്റെ ദുഃഖം ഭഗവാനെ അറിയിക്കുക തന്നെ. മേന ഉറച്ചു. ദേവാ, കാരുണ്യവാരിതേ, അവിടുത്തെ പ്രസാദിപ്പിക്കുവാനുള്ള എൻ്റെ പുത്രിമാരുടെ തപസ് അങ്ങയുടെ കർണങ്ങളിൽ പതിഞ്ഞില്ലയോ? ദേവി ചോദിച്ചു. അമ്മേ, ആരുടെ തപസ്സിനെക്കുറിച്ചാണ് അവിടുന്ന് പറയുന്നത്? പരമശിവൻ ആശ്ചര്യപ്പെട്ടുപോയി. എന്നെ അവിടുത്തെ പുത്രിമാർ പ്രസന്നരാക്കുവാൻ ഉദ്യമിക്കുന്നുവെന്നാണോ? വ്യക്തമാക്കിയാലും മാധാവി. മേനാദേവി തൻ്റെ തപസ്, പുത്രിമാരുടെ തപസ്, ബ്രഹ്മദേവന്റെ ശാപം തുടങ്ങിയ എല്ലാം പരമശിവനെ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് ദേവി ഇപ്രകാരം ഉപസംഹരിച്ചു. ഭഗവാനെ, അവിടുത്തെ പത്നി പദത്തിനായി എൻ്റെ ഓമന പുത്രി ഇപ്പോൾ ഘോര തപസ്സിലാണ്. കൊട്ടാരത്തിലെ പുഷ്പശയ്യയിൽ പോലും ശരീരം വേദനിച്ചിരുന്ന അവൾ ഇന്ന് പാഞ്ചാഗ്നി മധ്യത്തിലും കൊടിയ ശൈത്യത്തിലും വസിക്കുന്നു. ദേവ, എല്ലാം അങ്ങയെ നേടുന്നതിന് വേണ്ടി മാത്രം. പാർവതിയുടെ തപസ്സിൽ ഭഗവാൻ കൗതുകം പൂണ്ടു. ആ കന്യകയെ പരീക്ഷിച്ചറിയുക തന്നെ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശങ്കരൻ പാർവതി തപസ്സനുഷ്ഠിക്കുന്ന വനത്തിൽ ചെന്നു. ആശ്രമത്തിൽ ശിവമന്ത്രവുമായി കഴിയുകയായിരുന്ന ഉമ ഭഗവാന്റെ സാന്നിധ്യം ഉടൻ തന്നെ മനസ്സിലാക്കി ഉപചാരപൂർവ്വം എഴുന്നേറ്റു. സുമുഖിയും സുന്ദരിയുമായ കന്യകയുടെ രൂപലാവണ്യവും ഭക്തിയും മറ്റും ഒറ്റ നോട്ടത്തിൽ തന്നെ പരമശിവന്റെ മനസ്സിൽ പതിഞ്ഞു. അവളെ അദ്ദേഹം ഹൃദയപൂർവ്വം അഭിനന്ദിച്ചു. തൻ്റെ സൗധത്തിലേക്ക് പാഞ്ഞണയുന്ന ദേവിയെ സാഗൂതം നോക്കി നിന്ന പരമശിവൻ ദേവി തൻ്റെ സമീപത്തണഞ്ഞതും അപ്രത്യക്ഷനായി. അടുത്തത് പാർവതി പരമേശ്വര പരിണയമാണ്. തുടരും.